ദേവലക്ഷ്മി ഭാഗം 2. തൻ്റെ വാശിയാണ് ഞാൻ അനാഥയാവാനും കാരണം. എൻ്റെ 5ാം പിറന്നാൾ മുത്തശ്ശനോടൊപ്പം തറവാട്ടിൽ ആഘോഷിച്ചാൽ മതിയെന്ന് ഞാൻ വാശി പിടിച്ചു. അങ്ങനെ തറവാട്ടിലേക്കുള്ള യാത്രാമധ്യേയാണ് എന്നെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട ആക്സിഡന്റ് സംഭവിച്ചത്. മമ്മി അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നാണ് അറിഞ്ഞത്. ഞാനും ഡാഡിയും സീരിയസ് ആയി ICUവിലായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം എന്നെ മുത്തശ്ശനെ ഏൽപ്പിച്ച് ഡാഡിയും എന്നെ വിട്ട് മമ്മിയുടെ കൂടെ പോയി. ഞാൻ 1 മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത എന്നെ മുത്തശ്ശൻ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. തറവാട്ടിലെത്തിയ എനിക്ക് പണ്ട് ഞാൻ വരുമ്പോൾ എല്ലാവരിലും കാണുന്ന സന്തോഷം കാണാൻ കഴിഞ്ഞില്ല. കൊച്ചുകുട്ടിയായിരുന്ന എനിക്ക് അതിൻ്റെ കാരണം മനസ്സിലാക്കാനായില്ല. പിന്നീടൊരിക്കൽ മുത്തശ്ശനും ചെറിയച്ഛനും തമ്മിലുള്ള സംസാരത്തിൽ നിന്നും മനസ്സിലായി, ഇപ്പോൾ ഡാഡിയുടെ കമ്പനി നോക്കി നടത്തുന്നത് മുത്തശ്ശനാണെന്നും. ചെറിയച്ഛൻ അതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ മുത്തശ്ശൻ അതിനെ എതിർത്തുവെന്നും. അതിന് കാരണവുമുണ്ട്. മുത്തശ്ശൻ തൻ്റെ സ്വത്തുക്കൾ തുല്യമായ 3 ഭാഗങ്ങളായാണ് വീതിച്ചത്. ചെറിയച്ഛനും അപ്പച്ചിയും അവരുടെ ഭാഗങ്ങൾ ഓരോ ബിസിനസ് ചെയ്ത് ധൂർത്തടിച്ച് നശിപ്പിച്ചു. എന്നാൽ ഡാഡിക്ക് കിട്ടിയ വിഹിതം ഉപയോഗിച്ച് ഡാഡിയും മമ്മിയും ഊണും ഉറക്കവുമില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ലക്ഷ്മീസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ഇത്രയും ഉയരത്തിലെത്തിച്ചത്. അതിൻ്റെ നടത്തിപ്പവകാശം അവർക്ക് നൽകിയാൽ അവർ സാവധാനം അത് കൈക്കലാക്കുമെന്ന് മുത്തശ്ശനറിയാം. അതുകൊണ്ട് തന്നെ ഡാഡിയുടെ കമ്പനിയിൽ അവർക്ക് ഒരു ജോലി നൽകാൻ പോലും മുത്തശ്ശൻ തയ്യാറായില്ല. കമ്പനി ആവശ്യത്തിൽ മുത്തശ്ശനെ സഹായിക്കാൻ ഡാഡിയുടെ സുഹൃത്തുക്കളും കൂടെയുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് എൻ്റെയും അമ്മുവിൻ്റെയും 10ൻ്റെ റിസൾട്ട് വരികയാണ്. എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അമ്മുവിന് 1 A+ഉം ബാക്കി Aയുമായിരുന്നു. മുത്തശ്ശൻ ഞങ്ങൾക്ക് 2 ആൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയതിന് ഗിഫ്റ്റും വാങ്ങിത്തന്നു. പിന്നീട് +1ന് ഏത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം എന്നായിരുന്നു ചർച്ച. ചെറിയച്ഛനും അപ്പച്ചിയും എന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ഫോഴ്സ് ചെയ്തു. എന്നാൽ മുത്തശ്ശൻ അതിനെ എതിർത്തു. അതിന് കാരണം എനിക്കറിയില്ലായിരുന്നു. പിന്നീട് വീട്ടിൽ ആരുമില്ലാത്ത ഒരു ദിവസം മുത്തശ്ശൻ എന്നോട് പറഞ്ഞു, നിൻ്റെ ഡാഡിക്കും മമ്മിക്കും ഒരാഗ്രഹമുണ്ടായിരുന്നു. മോളെ ഒരു ഡോക്ടർ ആക്കുക എന്നതാണ്. മോൾക്ക് മെഡിസിന് സീറ്റ് കിട്ടിക്കഴിയുമ്പോൾ മുത്തശ്ശൻ മോൾക്കൊരു സർപ്രൈസ് തരും. അതും മോളുടെ ഡാഡി എന്നെ ഏൽപ്പിച്ചതാണ് എന്നും മുത്തശ്ശൻ പറഞ്ഞു. പിന്നീടങ്ങോട്ട് തൻ്റെ ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കഠിന പ്രയത്നം തന്നെയായിരുന്നു. ഒടുവിൽ ഞാൻ ആ ലക്ഷ്യത്തിലെത്തി. നീറ്റ് എക്സാമിന് ഫസ്റ്റ് റാങ്ക്. പെട്ടെന്നുള്ള അലാറം കേട്ടാണ് ഗൗരി ഓർമ്മയിൽ നിന്നും ഞെട്ടി ഉണർന്നത്. ഓരോന്ന് ഓർത്തിരുന്ന് 5 മണിയായത് അറിഞ്ഞതേയില്ല. കുഞ്ഞുങ്ങളെ നോക്കിയപ്പോൾ അവർ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അവൾ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയതിന് ശേഷം അടുക്കളയിൽ പോയി. എന്നാൽ ഇതേ സമയം തിരക്കേറിയ ബാംഗ്ലൂർ നഗരത്തിലെ ഒരു ലക്ഷറി ഫ്ലാറ്റിൽ ഒരു ഫോട്ടോയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിറകണ്ണുകളോടെ അവൻ കിടപ്പുണ്ടായിരുന്നു. തുടരും.